ഹലോ ഷുട്ടുമണികളെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നെന്റെ കുട്ടി വ്ളോഗാണ്. നിങ്ങളിപ്പോ കാണുന്നത് പട്ടത്തുള്ള ബീൻ ടൗൺ ആണ്. ഇതെന്താണ് ഞാൻ ഇപ്പൊ ഈ വ്ളോഗിൽ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ മിസ് ടീൻ യൂണിവേഴ്സ് കേരളക്കിട്ട 2 കോസ്റ്റ്യൂം എനിക്ക് ഇവരാണ് ഡിസൈൻ ചെയ്തു തന്നത്. ദേ ആർ സോ സ്വീറ്റ് ആൻഡ് എന്റെ കോസ്റ്റ്യൂം ഒക്കെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആക്കാൻ അവരെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. കോസ്റ്റ്യൂമില് എനിക്ക് ഒരു കാര്യം മാത്രമേ അവരുടെ അടുത്ത് പറയാനുണ്ടായിരുന്നുള്ളൂ, സിമ്പിൾ ആൻഡ് എലഗന്റ്. ഈ 2 കാര്യവും കോസ്റ്റ്യൂമില് അവർ 100% നീതി പുലർത്തിയിട്ടുണ്ടായിരുന്നു. കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ച് കിടന്ന് ഓടിയപ്പോ ഇത്രയും ഹെൽപ്പ് ചെയ്ത് എനിക്ക് ഇവര് വളരെ സ്പെഷ്യലാണ്. ദിസ് വീഡിയോ ഇസ് നോട്ട് എ പ്രൊമോഷൻ. ഈ വീഡിയോ എന്റെ വെരി ഡീപ്പ് ഹാർട്ടിൽ നിന്നുള്ളതാണ്. ഐ ഫെൽറ്റ് വെരി വെരി ബ്യൂട്ടിഫുൾ ഓൺ ദ സ്റ്റേജ്, എസ്പെഷ്യലി ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ എന്നെ കാണാൻ വാവ് എന്ന് എനിക്ക് തന്നെ തോന്നി. ഞാൻ എന്നെ പറ്റി ഇച്ചിരി കൂടുതൽ പൊക്കി പറയുന്നുണ്ടോ എന്നൊരു സംശയം. ആൻഡ് മിസ് ടീൻ യൂണിവേഴ്സ് കേരളയിൽ എനിക്കൊരു സബ് ടൈറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, മിസ് ഫാഷൻ ഐക്കൺ. ആൻഡ് ദ ഫാഷൻ സീക്രട്ട് ഇവര് തന്നെ അല്ലേ. വീട്ടിലെത്തി സാഷ ആയിട്ട് ഞാൻ ആദ്യം തന്നെ പോയത് ബീൻ ടൗണിലാണ്. ഇനി അവിടെയുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ ഹാവ് എ വാസ്റ്റ് കളക്ഷൻസ് ഓഫ് ജ്വല്ലറീസ് ആൻഡ് അവിടെ ബാഗ്സ് ഉണ്ട്, പിന്നെ ഡെയിലി വെയർസ് ആയിട്ടുള്ള ടോപ്സ് ഉണ്ട്, ആൻഡ് വെരി ഡിഫറെന്റ് കളക്ഷൻസ് ഓഫ് പ്രസ് ഓൺ നെയിൽസ്. ഓൾസോ സാരീസും ഉണ്ട്. ദിസ് ഇസ് ആലിഷ മാം ആൻഡ് ദിസ് ഇസ് ദേവി മാം. ഇവർ രണ്ടുപേരാണ് എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂമിനെ ഡിസൈൻ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ഓരോ ട്രയലിലും എനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ നോക്കി അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, എനക്കാണ് ഐശ്വര്യമായി പോലെ ഉണ്ടല്ലേ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ലൈക്ക് ഭയങ്കര സുന്ദരിയായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എൻ്റെ കോസ്റ്റ്യൂമില്. ഞാൻ അത്രയും അടിപൊളിയായിരിക്കും. സ്റ്റേജിൽ എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. ഈ ചേച്ചിമാര് കോസ്റ്റ്യൂം ഒക്കെ ട്രയൽ ചെയ്യാൻ ഞാൻ ഓരോ തവണ വന്നപ്പോഴും എനിക്കറിയത്തില്ല ഈ ജ്വല്ലറി എങ്ങനെ പെയർ ചെയ്യണം, എങ്ങനെ സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ. എനിക്ക് ഓരോ ഇങ്ങനെ കളേർഡ് ആയിട്ടുള്ള മാല സെലക്ട് ചെയ്താൽ നല്ലതായിരിക്കും, മുല്ലപ്പൂ വെച്ചാൽ നല്ലതായിരിക്കും, അങ്ങനെ എനിക്ക് ഓരോ സജഷൻസും തന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവരും ഉണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്തും ഒരുപാട് താങ്ക് യു.